ഹായ്, നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഒരു ചെറിയ അനൗൺസ്മെൻറ്റുമായിട്ട് ഞാൻ വന്നതാണ്. സെൽഫ് ലവ് എന്നുള്ളൊരു ബാച്ച് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കോഴ്സ് പോലെ. ഓക്കെ, അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. April 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്പർ ഞാൻ ഡീറ്റെയിൽസിൽ കൊടുക്കാം. ഓക്കെ, മറ്റേ വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയ വീഡിയോസ് വരുന്നതിൽ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ താഴെയും കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സെൽഫ് ലവ് ബാച്ച് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് സെൽഫ് ലവ് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പല സിറ്റുവേഷനിലും പല കാര്യത്തിലും നിങ്ങളുടെ വിഷമങ്ങൾ, ഒരു സ്ട്രെസ്സ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നില്ല എന്നുള്ള വിഷമങ്ങൾ, അതിപ്പോൾ കൂടുതലും എല്ലാവർക്കും ഇമോഷണൽ കാര്യങ്ങൾ, നമ്മൾ ഇമോഷണലി ഒരു ഡൗൺ ആവുന്ന കുറച്ച് കാര്യങ്ങൾ, വിഷമങ്ങൾ ഫീൽ ചെയ്യാം. റിലേഷൻഷിപ്സിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കരിയറിൽ വരുന്ന പ്രോബ്ലംസ്, മോസ്റ്റ്ലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിരിക്കും കൂടുതലും. ഓക്കെ, കുറച്ച് പേർക്ക് ലൈഫിൽ പൊതുവേ ചില കാര്യങ്ങളിൽ വിഷമങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നവരും ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഒന്ന് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വാല്യൂ നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ ആരാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുക. ആദ്യം നിങ്ങൾ ആരാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്തുകൊണ്ട് നമ്മളിങ്ങനെ വിഷമങ്ങൾ നമുക്ക് വരുന്നു, അതിനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കും. ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ മേലെ വെക്കുന്ന കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, മറ്റുള്ളവരിങ്ങനെ പെരുമാറണം, ബിഹേവ് ചെയ്യണം എന്നൊക്കെ കുറേ ചിന്തകളൊക്കെ നമ്മുടെ ഇതിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല ഒരാളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നില്ല. ഓക്കെ, ജോലിയിലായാലും അല്ലെങ്കിൽ എവിടെയും കുറേ പ്രോബ്ലംസ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ ഒന്ന് പുറത്തു വരാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് നമ്മളിതിനേക്ക് ഒന്ന് മറികടക്കുക, എങ്ങനെയാണ് നമുക്ക് സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാം നമ്മൾ ലൈഫിൽ, അല്ലെങ്കിൽ എപ്പോഴും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് ജോലിയിലായാലും നമ്മുടെ കോൺസെൻട്രേഷനായാലും, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴേക്കും ഒരുപാട് ടെൻഷനായി പോവാം, ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ആവുക. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ റീസൺസ്, അതായത് നമ്മുടെ ഉള്ളിലെ ചില പേടികൾ, നമ്മുടെ ഇന്നർ ചൈൽഡ് എന്ന് വിളിക്കും, നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ചില ഫിയേഴ്സ്, പേടികൾ, കാര്യങ്ങൾ, നമുക്ക് ഓവർ തിങ്കിങ്ങിലേക്ക് പോവാം, നമ്മൾ കുറേ ചിന്തിച്ച് കൂട്ടി നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോവാം. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസ് വെക്കാം, നമ്മൾ മറ്റുള്ളവരിൽ എക്സ്പെക്റ്റേഷൻ വെക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്കൊന്ന് പുറത്തു വരാനുള്ള ചില വഴികളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുള്ള ചില സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അതിന് ഡെയിലി ആക്ച്വലി ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ റൊട്ടീൻ കൊണ്ടുവരാം. ആ റൊട്ടീൻ കൊണ്ടുവരിക. പിന്നെ നമ്മൾ ചില ആക്ടിവിറ്റീസ് ഞാൻ ഡെയിലി നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഡെയിലി നിങ്ങൾക്ക് കാലത്ത് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഡെയിലി നിങ്ങൾക്ക് ദിവസം മുഴുവൻ ചെയ്തു തീർക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും. ചെറിയ കാര്യങ്ങളായിരിക്കും. സോ അത് നിങ്ങൾ ചെയ്യാം. ആൻഡ് നമ്മൾ ഈവനിങ് എപ്പോഴും ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത്, ഗ്രൂപ്പ് ഫുൾ ഡേ ഒക്കെ ഞാൻ ക്ലോസ് ആയിരിക്കും. കാരണം ഫുൾ ടൈം അവിടെ സംസാരങ്ങളൊന്നും അങ്ങനെ നമ്മൾ ചെയ്യില്ല. ഗ്രൂപ്പ് വൈകിട്ട് മാത്രം കുറച്ച് നേരം നമ്മൾ മീറ്റ് ചെയ്ത് ഒരു ഡിസ്കഷൻ, അതായത് നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ എനിക്കും പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് ഞാൻ വോയിസ് ആയിട്ട് ഡെയിലി ഈവനിങ് ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുക കുറച്ച് കാര്യങ്ങൾ. ഞാൻ അവിടെ കുറച്ച് നേരം, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയങ്ങൾ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. സോ അത് ക്ലാസ് പോലെ എന്ന രീതിക്ക് കണക്കാക്കരുത്. ക്ലാസ് അല്ല ഇത്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് നമ്മളങ്ങനെ ക്ലാസ്സിന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഒരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ല, ഗ്രൂപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് നിങ്ങൾ തനിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ഗ്രൂപ്പ് അവിടെ വെച്ചിരിക്കുന്നത് ജസ്റ്റ് നമ്മൾ അവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന രീതിക്ക് മാത്രമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മറ്റുള്ളവർ കൂടി കുറച്ച് വിഷമങ്ങൾ അവരെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫൊക്കെ നമ്മൾ ഒന്ന് തിരിച്ചറിയാൻ തുടങ്ങും. ഓക്കെ, ലൈഫിൽ പലരും അനുഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്കുക, കാണുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോരുത്തരും എങ്ങനെ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു, എന്തൊക്കെയാണ് എല്ലാവരും ഗോ ത്രൂ ചെയ്യുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കും അതൊരു മോട്ടിവേഷനാണ് അല്ലേ. അപ്പോൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പായിട്ട് വെക്കുന്നത്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തനിച്ച് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും വന്ന് പല കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു അത്ര സമയം എനിക്ക് കിട്ടൂല അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ആക്കുന്നത് അതുകൊണ്ടാണ്. തന്നെ നമ്മൾ ഒന്നിച്ച് മീറ്റ് ചെയ്യുക, കുറച്ച് നേരം അവിടെ ഇരുന്ന് എനിക്ക് എല്ലാവരോടും ഒന്നിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന രീതിക്ക്. ആൻഡ് നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ തനിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും, നിങ്ങളുടെ ലൈഫിനോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒപ്പം നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും.
ഓക്കെ, പിന്നെ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയി എടുക്കുന്നു അതിനനുസരിച്ചിരിക്കും. ഓക്കെ, എനിവേ, സോ ഇവിടെ അഗെയിൻ നമ്മളത് ഡെയിലി കുറച്ച് കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാൻ, അത് മുന്നോട്ടും ഈ ഒരു ബാച്ച് കഴിഞ്ഞാലും ഓക്കെ നിങ്ങൾക്ക് മുന്നോട്ടും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതുണ്ടാവും. എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ഇപ്പോൾ ഈ ഒരു 21 ദിവസത്തെ ക്ലാസ് ആണ്, പക്ഷെ 1 മന്തിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ ഇപ്പോൾ വെക്കുന്നത്. അതിൽ 21 ദിവസം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് അങ്ങനെ ഫുള്ളായിട്ട് പോകും, നിങ്ങളെല്ലാം മറികടന്നു, എല്ലാം ഓക്കെ ആയി എന്ന രീതിക്ക് ഒരിക്കലും ആവില്ല. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾക്കത്. കുറച്ച് ഇടയിൽ നിങ്ങൾക്ക് വിഷമങ്ങളൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഈ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം, തനിച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്കപ്പോൾ. ഫസ്റ്റ് ടൈം മാത്രമേ നമ്മളിവിടെ എല്ലാവരും കൂടി ചേർന്ന് ഇതാക്കുന്നുള്ളൂ. ഓക്കെ, എൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരില്ല. സെക്കൻഡ് ടൈം നിങ്ങൾ തനിച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനകളോ കാര്യങ്ങളോ അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ശരിക്കും ഒരു നമ്മൾ പറയില്ലേ കൂടുതൽ സ്പിരിച്വലുമായിട്ട് കണക്ട് ചെയ്യാം നമ്മൾ. ഓക്കെ, നമ്മുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാം, നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാം, നമ്മൾ എക്സ്പെക്റ്റേഷൻസ് എന്ന രീതിക്കൊക്കെ ഒന്ന് വിട്ട് കളയുക. ഓക്കെ, സെൽഫ് നമ്മൾ അവനവൻ്റെ വാല്യൂ ഒന്ന് തിരിച്ചറിയുക, നമ്മളുടെ ഒരു പവർ നമ്മൾ തിരിച്ചറിയുക എന്ന രീതിക്കാണ്. സോ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. അതായത് ഡെയിലി നമ്മൾ ഒരുപാട് നന്ദി പറയണം എന്ന് പറയും. പിന്നെ ഫോർഗിവ്നെസ് പ്രാക്ടീസ്, അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഈ ഫോർഗിവ്നെസ് പ്രെയർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് അതായത് താങ്ക്സ് പറയുക, നന്ദി പറയുക, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, കർമ്മ എന്താണ്, ഇന്നർ ചൈൽഡിങ് ഹീലിംഗ് എന്താണ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളിതിൽ ഒന്ന് ഗോ ചെയ്യും. ഓക്കെ, പറ്റുന്നത്ര നമ്മൾ കവർ ചെയ്യും. ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ സെൽഫ് ലവ് ക്ലാസ്സിലുണ്ടാവുക. ഗ്രൂപ്പായിട്ട് ബാച്ചായിട്ട് ഞാൻ ഏപ്രിൽ 1 തൊട്ടാണ് ഇപ്പോൾ പ്ലാന്. സോ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പറിലേക്ക്. ഇതിന് വളരെ എൻ്റെ വൈകിട്ട് മീറ്റ് ചെയ്യുന്നത് അഗൈൻ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. വൈകിട്ട് മീറ്റ് ചെയ്യുന്നത് നിങ്ങൾ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പറ്റുമ്പോൾ നിങ്ങൾക്ക് വരാം. കാരണം എന്ന് നിങ്ങൾ വന്നാലും ഏത് ദിവസം വന്നാലും നിങ്ങൾക്കത് വ്യത്യാസമൊന്നുമില്ല. അന്നന്നാളത്തെ ദിവസം അന്നന്നാളെ തന്നെ വരണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണത്. അവിടെ നിങ്ങൾക്ക് പറ്റുമ്പോൾ വരാം, താല്പര്യമുള്ളപ്പോൾ വരാം. ഓക്കെ, അല്ല നിങ്ങൾ കുറേ പേര് സൈലൻ്റായിട്ട് ഇരിക്കാറുണ്ട്, ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക, ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കേട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, അല്ലാതെ അവിടെ ബാച്ചിൽ വരണം, ഗ്രൂപ്പിൽ വരണം, അങ്ങനെ ഒന്നുമില്ല. എനിക്ക് നോർമലി ഞാൻ വെക്കാറുള്ളത് എപ്പോഴും ഈവനിങ് ഒരു 6 മണിക്ക് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് ഒരു 1-2 മണിക്കൂർ വെക്കാറുണ്ട്. ബട്ട് ഇത്തവണ ഞാൻ പ്ലാൻ ചെയ്ത് കുറച്ച് സമയം കൂടുതൽ വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. സോ ദാറ്റ് എല്ലാവർക്കും ഒന്ന് വരാനുള്ള സമയം കിട്ടാനൊക്കെയാണ്. സോ അങ്ങനെ നമ്മളൊരു ഈവനിങ് കുറച്ച് നേരം ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർ വരിക. ആൻഡ് ഇവിടെ ക്ലാസ്സിൻ്റെ ടൈമിങ് അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരുന്നത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റും, ഉറപ്പാണ്. ഓക്കെ, 100% ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പോൾ മുൻപത്തെ ബാച്ചിൽ പഠിച്ചവരോട് ഞാൻ പറയാം, ഇവിടെ ഇതിൻ്റെ താഴെ ഒന്ന് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറയാം. ഓക്കെ, എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ റീഡിങ് വന്നെടുത്തിട്ട് എല്ലാവരും പറയും, റീഡിങ് വന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, റീഡിങ് വന്ന് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലൊക്കെ ഇന്ന പ്രശ്നങ്ങളാണ് എന്ന് പറയും. ഞാൻ മാക്സിമം നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ അടുത്ത് റീഡിങ് എടുത്ത് എല്ലാവർക്കും അറിയാം ഞാൻ അതിനെ ഹീലിംഗ് ചെയ്യാനുള്ള ഇപ്പോൾ ഞാൻ ക്ലാസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ പലർക്കും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഒരുപാട് സമയങ്ങൾ എല്ലാവർക്കുമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഞാൻ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഗൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ അങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ കൂടി നിങ്ങൾക്ക് എനിക്ക് കുറേ കൂടി കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും അവിടെ കുറേ ഈ 21 ദിവസം 30 ദിവസം കിട്ടുകയാണ് അല്ലേ. അപ്പോൾ ഇടയിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആക്ച്വലി അവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പല ആൻസേഴ്സും നിങ്ങൾക്ക് തനിയെ കിട്ടും. നിങ്ങൾ ചോദിക്കേണ്ടി കൂടി വരില്ല. കാരണം എനിക്കറിയാം എന്താ ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് അവിടെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, പിന്നെ അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ കയ്യിലാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് എനിക്ക് അവിടുന്ന് ഗൈഡ് ചെയ്ത് തരാനോ നിങ്ങൾക്കൊരു സജഷൻസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാനോ ഒക്കെ ഉള്ള ഒരു വേദിയായിട്ട് കരുതിയാൽ മതി. സോ അങ്ങനെ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ദൈവം സഹായിച്ച് ഭഗവാൻ തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ. എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഹെൽപ്പ് ഞാൻ ചെയ്യാം. ഹെൽപ്പ് എന്നൊന്നും പറയുന്നില്ല, ഞാൻ എന്താ പറയുക എനിക്കറിയില്ല. ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളതെങ്ങനെ എടുക്കുന്നു, എങ്ങനെ ഉപകരിക്കുന്നു, എങ്ങനെ നിങ്ങളതിനെ യൂസ്ഫുൾ ആക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ കയ്യിലാണ് പലതും അല്ലേ. ബട്ട് യെസ്, ഒരു സ്റ്റാർട്ടിങ് ഞാൻ ഒന്ന് ഇതാക്കി തരാമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ താല്പര്യമുള്ളവർ പ്ലീസ് ജോയിൻ ചെയ്യാം. ഓക്കെ, ഏപ്രിൽ 1 തൊട്ടുണ്ടാവും.
നമുക്ക് ഗ്രൂപ്പായിട്ട് അവിടെ കാണുമ്പോൾ കുറേ കൂടി നമുക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.